അങ്ങനെ പറഞ്ഞു. ഈ ചൂടാരത്നം കൊടുത്തു. ഈ കഥയും ആ കാക്കയുടെ കഥയും പറഞ്ഞു അടയാള വാക്കായിട്ട് പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇനി നീ വേഗം പോയിക്കോ, നിന്നെ രാക്ഷസന്മാർ കണ്ടാൽ നിന്നെ ഉപദ്രവിക്കും, അതിനു മുമ്പേ വേഗം പോയിട്ട് പിന്നെ ശ്രീരാമന് ഈ അടയാളവും കൊടുത്ത് അടയാള വാക്കും പറഞ്ഞ് ശ്രീരാമനെയും കൂട്ടി വന്ന് വേഗം എന്നെ രക്ഷിക്കാൻ നോക്കും മകനെ, നീ എനിക്ക് മകനെ പോലെയാണ്. അപ്പോൾ വേഗം ഹനുമാൻ അമ്മയുടെ കാക്കൽ നമസ്കരിച്ച് തൊഴുത് നമസ്കരിച്ച് പറഞ്ഞ് ഞാൻ പോയി വരാം, എന്നെ അനുഗ്രഹിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഹനുമാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഒരാളുടെ ദൂതനായിട്ട് ഒരു രാജ്യത്തേക്ക് പോയാൽ, ഒരാൾ പറഞ്ഞു വെച്ചിട്ട് പോയാൽ അവിടെ എന്ത് കാര്യം പറഞ്ഞാണ് നമ്മൾ വന്നത് വെച്ചാൽ ആ കാര്യം സാധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഇഷ്ടത്തിന്, ആ പറഞ്ഞയച്ച ആളുടെ ഇഷ്ടത്തിന് വിഘ്നം വരാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി സാധിക്കണം. അങ്ങനെയാണ് നല്ല ദൂതനായാൽ വേണ്ടത്. അതുകൊണ്ട് പിന്നെ രാവണനെ ഒന്ന് കണ്ടിട്ടൊന്ന് വിവരം പറഞ്ഞിട്ട് പോകണം. ഇപ്പോൾ സീതയെ കണ്ടു, രാവണനെയും കൂടെ ഒന്ന് കണ്ടു പോകണം, അതാണ് വേണ്ടത്. അതിനൊരു വഴി എന്താ, ഈ ഉദ്യാനം നശിപ്പിക്കുക. അപ്പോൾ രാവണൻ്റെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും. അപ്പോൾ രാവണൻ്റെ അടുത്ത് കൊണ്ടുപോകും, രാവണനെ കാണാം. അങ്ങനെ വിചാരിച്ചിട്ട് ഈ ശിംശപാ വൃക്ഷം ഒഴികെ ബാക്കിയുള്ള അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ തട്ടി പൊട്ടിച്ച് കൊമ്പൊക്കെ ഒടിച്ചിട്ട് അവിടെ ഇലകളൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആ കുരങ്ങ് കയറിയാലുള്ള ആ ഒരു സ്വഭാവം കാണിക്കും, അവിടെ മുഴുവൻ നാശാക്കും. അപ്പോൾ അസുരന്മാർ വന്ന് പിടിക്കും, അടിക്കാൻ നോക്കും, അസുരന്മാരെയൊക്കെ കൊല്ലും, കുറേ അസുരന്മാരെ കൊല്ലും. അപ്പോഴേക്കും അസുര സ്ത്രീകൾ ഓടിച്ചെന്ന് രാവണനോട് പറയും, ഇങ്ങനെ ഒരു കുരങ്ങൻ വന്നിട്ടുണ്ട് അവിടെ, അവനെല്ലാം നശിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഭൃത്യന്മാരെയൊക്കെ അവൻ അടിച്ചു കൊല്ലുന്നുണ്ട്, എന്താ. അപ്പോൾ രാവണൻ 14 ആദ്യം കുറേ അസുരന്മാരെ പറഞ്ഞേക്കും, ആ അസുരന്മാരെയൊക്കെ ഹനുമാൻ കൊല്ലും. പിന്നെ മന്ത്രിപുത്രന്മാരായിട്ടുള്ള 14 പേരെ യുദ്ധത്തിന് പറഞ്ഞേക്കും, അവരെയും ഹനുമാൻ കൊല്ലും. അത് കഴിഞ്ഞപ്പോൾ രാവണൻ്റെ ഇളയ മകൻ അക്ഷകുമാരൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്, ഇളയ മകനാണ്. ഇന്ദ്രജിത്ത്, അതികായൻ, അക്ഷകുമാരൻ, ഇങ്ങനെ 3 മക്കളാണ്. ആ അക്ഷകുമാരൻ യുദ്ധത്തിനായിട്ട് ഹനുമാൻ്റെ അടുത്തേക്ക് വരും.